ആ വിചാരണയെ പറ്റി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നല്ലോ. പടച്ചവന്റെ മുന്നിൽ നാളെ വിചാരണയ്ക്ക് വേണ്ടി സന്നിഹിതരാക്കുന്ന മനുഷ്യരും അല്ലാഹു പറയുന്നു, എല്ലാവരെയും ഞാൻ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാ. ഫലം യുഗാദിർ മിൻഹും അഹദാ, ഒരാളെപ്പോലെയും ഞാൻ വിടുകയില്ല, ഒരാളെപ്പോലെയും വിടുകയില്ല. എത്രയെത്ര സമ്പന്നയുടെ മേലാളന്മാരായി വിരാജിക്കുന്നവരെന്ന് പറഞ്ഞാലും, എത്രയെത്ര സുഖസൗകര്യങ്ങൾക്ക് നടുവിൽ സുഖിക്കുന്നവരെന്ന് പറഞ്ഞാലും, എലിസബത്ത് ടൈലർ എന്ന് പറഞ്ഞാലും, ബ്രൂണേ സുൽത്താൻ എന്ന് പറഞ്ഞാലും, അസീം പ്രേംജി എന്ന് പറഞ്ഞാലും, ടാറ്റ എന്ന് പറഞ്ഞാലും, ബിർള എന്ന് പറഞ്ഞാലും, ധീരുഭായ് അംബാനി എന്ന് പറഞ്ഞാലും, ആരെന്ന് പറഞ്ഞാലും അല്ല പറയുന്നു, ഫലം യുഗാദിർ മിൻഹും അഹദാ, ഇല്ല, ഒരാളെപ്പോലെയും ഞാൻ വെറുതെ വിടുകയില്ല. എല്ലാവരും എന്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കപ്പെടുന്നതാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അന്നത്തെ ദിവസത്തിന്റെ അവസ്ഥയെ പറ്റി പരിചയപ്പെടുത്തി തന്നില്ലേ? അതിങ്ങനെയുള്ള ദിവസമാണ്. അന്നത്തെ ദിവസം ഭീതിജനകമായ അവസ്ഥകൾ കണ്ടിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്നതാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും വാർദ്ധക്യം ബാധിച്ചു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. അത്രത്തോളം ഭീതിജനകമായ അവസ്ഥയാ മഹ്ശറയിലെ അവസ്ഥ. അറിയുമോ, ഇന്ന് കിലോമീറ്ററുകളോളം അകലെ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, ഏതൊരു സൂര്യനിൽ നിന്നുള്ള 30-40 ഡിഗ്രി ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലയോ? ആ സൂര്യൻ നമ്മുടെ തലയുടെ തൊട്ട് മുകളിൽ വന്ന് നിൽക്കുന്ന മഹ്ശറ. എല്ലാ മനുഷ്യരും ചെയ്തു പോയ തെറ്റിന്റെ തോതനുസരിച്ച് വെട്ടിത്തിളയ്ക്കുന്ന ദുർഗന്ധം വമിക്കുന്ന വീർപ്പിൽ തിളച്ചുമറിയുന്ന മുങ്ങിമറിയുന്ന മഹ്ശറ. അന്നാ പടച്ച തമ്പുരാൻ വിചാരണ ചെയ്യുന്നത്, അന്നാ പടച്ച തമ്പുരാൻ നമ്മോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, അന്ന് പടച്ച തമ്പുരാൻ എല്ലാവരെയും ഒന്ന് ചേർക്കുകയാ. എങ്ങനെയാണ്? ആ ചെമ്പ് കട്ടി ചെമ്പുപാകിയ തറയുണ്ടല്ലോ, ആ തറയിലെ ചൂടൊന്ന് താങ്ങാൻ വേണ്ടി പാദരക്ഷ പോലും ധരിക്കാതെ മനുഷ്യൻ മഹ്ശറയിൽ വന്ന് നിൽക്കുകയാ. മുകളിൽ നിന്നുള്ള സൂര്യന്റെ ചൂടൊന്ന് തണുപ്പിക്കാൻ ഒരു നൂൽബന്ധം പോലുമില്ലാതെ ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായ നിലയിൽ മനുഷ്യരെല്ലാം മഹ്ശറയിൽ ഹാജരാക്കപ്പെടുകയാ. അല്ലാഹുവിന്റെ റസൂലിന് പറയുമ്പോ മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിച്ചു പോയി, നബിയേ, അർരിജാലു വന്നിസാഉ ജമീആ, ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം ഒന്നിച്ചാണോ നബിയെ അവിടെ ഹാജരാക്കപ്പെടുന്നത്? ഒന്നിച്ചാണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, എല്ലാവരും അവിടെ ഒന്നിച്ചാണ് ആയിഷ, എല്ലാവരും അവിടെ ഒന്നിച്ചാണ് ആയിഷ. മഹദിയായ ആയിഷ സിദ്ദീഖ ചോദിച്ചു, നബിയെ, അങ്ങനെ ആണും പെണ്ണുമെല്ലാം ഒന്നിച്ചാണെങ്കിൽ, എല്ലാവരും നഗ്നരാണെങ്കിൽ, പരസ്പരം ശരീര സൗന്ദര്യത്തിലേക്ക്, പരസ്പരം നഗ്നതയിലേക്ക്, പരസ്പരം ഔറത്തിലേക്ക് അവർ നോക്കില്ലേ നബിയെ? അതെത്രയോ മോശമാ നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, അൽ അംറു അശദ്ദു മിൻ അയ്യൻറുറ ബഅദുഹും ബഅദാ. നാളെ ആ മഹ്ശറയിൽ വന്ന് നിൽക്കുമ്പോ അവിടുത്തെ ഭീതിജനകമായ അവസ്ഥകൾ കാണുമ്പോ ആയിഷ, ആർക്കും പരസ്പരം നോക്കാൻ പറ്റില്ല ആയിഷ. ആരുടെ ശരീര സൗന്ദര്യത്തെയും ആരും രസിക്കില്ല ആയിഷ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ഒന്നോർത്തോ, വഴിയരികിലൂടെ നടന്നു പോകുമ്പോ നഗ്നയായ പെണ്ണിന്റെ പോസ്റ്റർ കണ്ടു നോക്കി നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കോളേജിലേക്ക് പോകുന്ന, ട്യൂട്ടോറിയലേക്ക് പോകുന്ന പെണ്ണ്, അവൾ നടക്കുമ്പോഴും അവൾ ഇരിക്കുമ്പോഴും അവൾ കുനിയുമ്പോഴും മാദകത്വം തുളുമ്പുന്ന അവളുടെ ശരീര സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി നാണമില്ലാതെ നോക്കി നിൽക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മൊബൈൽ ഫോണിനുള്ളിൽ ഒരുപാട് വാൾപേപ്പറുകൾ പെണ്ണുങ്ങളെ പടം സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരാ, ഒരുപാട് ട്രിപ്ലക്സ് വീഡിയോ ക്ലിപ്സ് സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരാ. എന്നാ നാളെ ആരാര് നിന്റെ മുന്നിൽ പരിപൂർണ്ണ നഗ്നരായി വന്ന് നിന്നെന്ന് പറഞ്ഞാലും
നിനക്കവരെ ഒന്നും നോക്കാനുള്ള മനസ്സ് വരില്ല പൊന്നുമോന്. അത്രത്തോളം ഭീതിജനകമായ മഹ്ശറ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന പെങ്ങളെ, പൃഥ്വിരാജിനെ സ്നേഹിക്കുന്ന പെങ്ങളെ, ഹൃതിക് റോഷനെ സ്നേഹിക്കുന്ന പെങ്ങളെ, കോളേജിലേക്ക് കൊണ്ടുപോകുന്ന, സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന, നെഞ്ചോടടുപ്പിച്ചു പിടിക്കുന്ന നോട്ട്ബുക്കിന്റെ പുറംചട്ടയില് സൽമാൻ ഖാന്റെ, ഹൃതിക് റോഷന്റെ, സൂര്യയുടെയും വിജയുടെയും ഉൾപ്പെടെയുള്ള മസിലുള്ള പടം വേണമെന്ന് ആഗ്രഹിക്കുന്ന പെങ്ങളെ, നാളെ ആരാരും നിന്റെ മുന്നിൽ വന്ന് മസിൽ കാട്ടി നിന്നാലും നിനക്കവരെ ഒന്നും നോക്കാൻ മനസ്സ് വരാത്ത മഹ്ശറ.